നമ്മൾ ഇന്ന് നോക്കുന്നത് 2024 ഒക്ടോബർ 29 അസിസ്റ്റന്റ് മാനേജർ KCB എന്ന തസ്തികയിലേക്ക് നടന്ന എക്സാമിന്റെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 149/2024. ആദ്യം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. 81ാമത്തെ ക്വസ്റ്റ്യൻ, എ ഗ്രൂപ്പ് ഓഫ് ഈഗിൾസ് ഈസ് കോൾഡ്. കളക്റ്റീവ് നൗൺ എഴുതാനാണ്. എ ഗ്രൂപ്പ് ഓഫ് ഈഗിൾസിന്റെ കളക്റ്റീവ് നൗൺ. ഓപ്ഷൻ എ കോൺവൊക്കേഷൻ, ഓപ്ഷൻ ബി പാർലമെന്റ്, ഓപ്ഷൻ സി കൗൺസിൽ, ഓപ്ഷൻ ഡി ഹെഡ്ക്വാർട്ടേഴ്സ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ കോൺവൊക്കേഷൻ. എ ഗ്രൂപ്പ് ഓഫ് ഈഗിൾസിന്റെ കളക്റ്റീവ് നൗൺ ആണ് കോൺവൊക്കേഷൻ. പാർലമെന്റ് എന്ന് പറയുന്നത് ഔൾസിന്റെ കളക്റ്റീവ് നൗൺ ആണ്. ഇനി 82ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് നൗൺ. ഓപ്ഷൻ എ ബ്ലോക്ക് ഹെഡ്, ഓപ്ഷൻ ബി ബ്രെയിൻ വാഷ്, ഓപ്ഷൻ സി ഐസ് കോൾഡ്, ഓപ്ഷൻ ഡി ഗ്രാസ് ഫെഡ്. കോമ്പൗണ്ട് നൗൺ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ബ്ലോക്ക് ഹെഡ്. ഇനി എന്താണൊരു കോമ്പൗണ്ട് നൗൺ എന്ന് പറഞ്ഞാൽ? രണ്ടോ അതിലധികമോ വാക്കുകൾ ചേർന്ന് ഒരു വ്യക്തിയെയോ സ്ഥലത്തെയോ വസ്തുവിനെയോ സൂചിപ്പിക്കുന്ന ഒരൊറ്റ വാക്കായി മാറുന്നതിനെയാണ് കോമ്പൗണ്ട് നൗൺ എന്ന് വിളിക്കുന്നത്. എന്താണ്? രണ്ടോ അതിലധികമോ വാക്കുകൾ ചേർന്ന് ഒരു വ്യക്തിയെയോ സ്ഥലത്തെയോ വസ്തുവിനെയോ സൂചിപ്പിക്കുന്ന ഒരൊറ്റ വാക്കായി മാറുന്നതിനെയാണ് കോമ്പൗണ്ട് നൗൺ എന്ന് വിളിക്കുന്നത്. അപ്പം ബ്ലോക്ക് ഹെഡ് എന്ന വേർഡ് ഏതൊക്കെ വാക്കുകൾ കൂടി ചേർന്നുണ്ടായതാണ്? ബ്ലോക്ക് പ്ലസ് ഹെഡ്. ഇതിൽ ബ്ലോക്ക് ഒരു നൗണാണ്, ഹെഡ് ഒരു നൗണാണ്. അത് ചേർന്നുണ്ടായ ബ്ലോക്ക് ഹെഡ് എന്ന വേർഡും ഒരു നൗണാണ്. ഇനി നമ്മൾക്ക് തന്നിട്ടുള്ള വേർഡ് ഒരു കോമ്പൗണ്ട് നൗൺ ആണോ അല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ഒരു വാക്ക് കോമ്പൗണ്ട് നൗൺ ആണോ എന്ന് തിരിച്ചറിയാൻ അത് ഒരു പേര് അഥവാ നെയിം ആണോ അതോ ഒരു പ്രവൃത്തി അഥവാ ആക്ഷൻ ആണോ എന്ന് നോക്കിയാൽ മതി. തന്നിരിക്കുന്ന വാക്ക് ഒരു നെയിം ആണോ ഒരു ആക്ഷൻ ആണോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ ബ്ലോക്ക് ഹെഡ് എന്നത് ഒരു വ്യക്തിക്ക് നൽകുന്ന പേരായതുകൊണ്ട് അതൊരു കോമ്പൗണ്ട് നൗൺ ആണ്. ബ്ലോക്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം വിഡ്ഢി എന്നാണ്. അപ്പോൾ അതൊരു വ്യക്തിക്ക് നൽകുന്ന പേരാണ്. അതുകൊണ്ട് ബ്ലോക്ക് ഹെഡ് ഒരു കോമ്പൗണ്ട് നൗൺ ആണ്. ഇനി ബ്രെയിൻ വാഷ് എന്ന് പറഞ്ഞാൽ അതൊരു വെർബാണ്. അതുപോലെ ഐസ് കോൾഡ് എന്ന് പറഞ്ഞാലും ഗ്രാസ് ഫെഡ് എന്ന് പറഞ്ഞാലും അഡ്ജക്റ്റീവുകളാണ്, അതായത് നാമവിശേഷണം. അതുകൊണ്ടാണ് ഇവ മൂന്നും കോമ്പൗണ്ട് നൗൺ അല്ലാത്തത്. 83ാമത്തെ ക്വസ്റ്റ്യൻ, ആന്റോണിം ഓഫ് ദ വേർഡ് ലാസ്റ്റിംഗ്. ലാസ്റ്റിംഗ് എന്ന വേർഡിന്റെ ആന്റോണിം ഏതാണ്? ഓപ്ഷൻ എ പെർപെക്ച്വൽ, ഓപ്ഷൻ ബി മൊമെന്ററി, ഓപ്ഷൻ സി ഇൻഫിനിറ്റ്, ഓപ്ഷൻ ഡി ഇറ്റേണൽ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മൊമെന്ററി. ലാസ്റ്റിംഗ് എന്ന വാക്കിന്റെ അർത്ഥം ദീർഘകാലം നിലനിൽക്കുന്ന എന്നാണ്. അതിന്റെ ആന്റോണിമാണ് മൊമെന്ററി. മൊമെന്ററി എന്ന് പറഞ്ഞാൽ താൽക്കാലികം. ഇനി പെർപെക്ച്വൽ എന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്തത് എന്നാണ്. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാലും അനന്തമായത്. ഇറ്റേണൽ എന്ന് പറഞ്ഞാലും എന്നും നിലനിൽക്കുന്നത്. അപ്പം പെർപെക്ച്വൽ, ഇൻഫിനിറ്റ്, ഇറ്റേണൽ ഇവയെല്ലാം ലാസ്റ്റിംഗ് എന്ന വേർഡിനോട് സമാനമായ അർത്ഥമുള്ളതാണ്. അതുകൊണ്ട് ലാസ്റ്റിംഗ് എന്ന വേർഡിന്റെ ആന്റോണിമാണ് മൊമെന്ററി. 84ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ലെഫ്റ്റനന്റ്. 85ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ഡസ് ദ ക്ലാസ് കമൻസ്? ദ മീനിങ് ഓഫ് ദ വേർഡ് കമൻസ് ഈസ്. തന്നിരിക്കുന്ന സെന്റൻസിൽ കമൻസ് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എൻഡ്, ഓപ്ഷൻ ബി കണ്ടിന്യൂ, ഓപ്ഷൻ സി കൺക്ലൂഡ്, ഓപ്ഷൻ ഡി സ്റ്റാർട്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സ്റ്റാർട്ട്. കമൻസ് എന്ന വേർഡിന്റെ അർത്ഥമാണ് സ്റ്റാർട്ട്. 86ാമത്തെ ക്വസ്റ്റ്യൻ, ആഡ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ടു ദ ബേസ് ഫോം ബിലീവ്. ബിലീവ് എന്ന ബേസ് ഫോമിന്റെ കൂടെ ഒരു പ്രിഫിക്സും സഫിക്സും ചേർത്തൊരു വേർഡ് ഉണ്ടാക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അൺബിലീവബിൾ. ഇനി ബേസ് ഫോമാണ് ബിലീവ്, അതിൻ്റെ കൂടെ സഫിക്സ്. സഫിക്സ് എന്ന് പറഞ്ഞാൽ ആ വേർഡിന്റെ ലാസ്റ്റ് ചേർക്കുന്ന ടേമാണ്. ഇവിടെ സഫിക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഏബിൾ ആണ്. അപ്പം
ബിലീവിന്റെ കൂടെ സഫിക്സ് ആയ ഏബിൾ ചേർക്കുമ്പോൾ അത് ബിലീവബിൾ എന്നായി മാറും. ബിലീവബിൾ എന്നാൽ വിശ്വസിക്കാൻ കഴിയുന്ന എന്നാണ് അർത്ഥം. ഇനി ഇതിന്റെ കൂടെ ചേർക്കുന്ന പ്രിഫിക്സ് അൺ ആണ്. അതൊരു നെഗറ്റീവ് അർത്ഥം വരുന്ന പ്രിഫിക്സ് ആണ്. അത് ചേർക്കുമ്പോൾ ഈ വേർഡ് അൺബിലീവബിൾ എന്നായി മാറുന്നു. അൺബിലീവബിൾ എന്നാൽ വിശ്വസിക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം. അപ്പോൾ ബിലീവ് എന്ന ബേസ് ഫോമിന്റെ കൂടെ പ്രിഫിക്സും സഫിക്സും ചേർക്കുമ്പോൾ കിട്ടുന്ന വേർഡാണ് അൺബിലീവബിൾ. 87ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ PYQ അനാലിസിസ്, ന്യൂ SCRT ചാപ്റ്ററുകളുടെ ക്ലാസ്സുകൾ ഇവയുടെ ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ലൈവ് സെക്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇവയുടെ റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. 88ാമത്തെ ക്വസ്റ്റ്യൻ ഗിവ് ദ സിനോണിം ഓഫ് ദ വേർഡ് അബണ്ടൻസ്. അബണ്ടൻസ് എന്ന വേർഡിന്റെ സിനോണിം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, പ്ലെന്റി. 89ാമത്തെ ക്വസ്റ്റ്യൻ വി ആർ ഈഗർ ടു ഗെറ്റ് ഓൺ ഇൻ ലൈഫ്. ദ മീനിങ് ഓഫ് ദ ഫ്രേസൽ വെർബ് ഗെറ്റ് ഓൺ ഇസ്. ഗെറ്റ് ഓൺ എന്ന് പറയുന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്രോഗ്രസ്, ഓപ്ഷൻ ബി ഫെയിൽ, ഓപ്ഷൻ സി റൂയിൻ, ഓപ്ഷൻ ഡി ഫോൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ പ്രോഗ്രസ്. ഗെറ്റ് ഓൺ എന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ് ആണ് പ്രോഗ്രസ്. ഇനി ഗെറ്റ് കൂട്ടി വരുന്ന മറ്റ് ഫ്രേസൽ വെർബ്സുകൾ നോക്കാം. ഗെറ്റ് ത്രൂ. ഗെറ്റ് ത്രൂ എന്ന് പറഞ്ഞാൽ മീനിങ് പാസ്. ഗെറ്റ് ഓവർ മീനിങ് റിക്കവർ ഫ്രം ഓർ ഓവർകം. ഗെറ്റ് ത്രൂ, പാസ്. ഗെറ്റ് ഓവർ, റിക്കവർ ഫ്രം ഓർ ഓവർകം. ഗെറ്റ് ഓഫ്, എസ്കേപ്പ്. ഗെറ്റ് എലോങ്, മേക്ക് പ്രോഗ്രസ്. ഗെറ്റ് അറ്റ്, reach or attain. Get about, spread. Get round, finish something. Get ahead, be successful. Get away, escape. Get back, return. Get up, rise from bed. 90ാമത്തെ ക്വസ്റ്റ്യൻ മേരി ഈസ് എ ഗുഡ് സ്റ്റുഡൻറ്. I like her dash nature. ഓപ്ഷൻ എ ചൈൽഡിഷ്, ഓപ്ഷൻ ബി ചൈൽഡഡ്, ഓപ്ഷൻ സി ചൈൽഡ് ലൈക്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ചൈൽഡ് ലൈക്ക്. മേരി ഈസ് എ ഗുഡ് സ്റ്റുഡൻറ്. ഐ ലൈക്ക് ഹെർ ചൈൽഡ് ലൈക്ക് നേച്ചർ. ചൈൽഡ് ലൈക്ക് എന്ന് പറഞ്ഞാൽ കുട്ടിത്തമുള്ള, നിഷ്കളങ്കമായ എന്നൊക്കെയാണ് അർത്ഥം. ഇംഗ്ലീഷിലെ 10 ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് മലയാളം ക്വസ്റ്റ്യൻസ് നോക്കാം. 91ാമത്തെ ചോദ്യം എലി എന്ന അർത്ഥത്തിൽ വരുന്ന പദമേത്? ഓപ്ഷൻ എ ഊഷകം, ഓപ്ഷൻ ബി കരടം, ഓപ്ഷൻ സി മഹാംഗം, ഓപ്ഷൻ ഡി ഖനകൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഖനകൻ. 92ാമത്തെ ചോദ്യം ശരിയായ വാക്യം ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ദുരിതാശ്വാസ ഫണ്ടിലേക്ക് താങ്കൾ കുറഞ്ഞത് 1000 രൂപ സംഭാവന ചെയ്യണം. 93ാമത്തെ ചോദ്യം വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം ഒറ്റപ്പദമാക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പിപാസ. വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം എന്നതിന്റെ ഒറ്റപ്പദമാണ് പിപാസ. വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആരാണ്? പിപാസു. വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം പിപാസ, വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു. 94ാമത്തെ ചോദ്യം ആസ് തിക് ആസ് തീവ്സ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാളത്തിലുള്ള അർത്ഥം. ഓപ്ഷൻ എ വളരെ സൗഹൃദത്തിൽ, ഓപ്ഷൻ ബി വളരെ ഞെരുക്കത്തിലാവുക, ഓപ്ഷൻ സി അതീവ രഹസ്യമായി, ഓപ്ഷൻ ഡി ഒരുമിച്ച് നിൽക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ വളരെ സൗഹൃദത്തിൽ. ആസ് തിക് ആസ് തീവ്സ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള അർത്ഥമാണ് വളരെ സൗഹൃദത്തിൽ. 95ാമത്തെ ചോദ്യം പാതി അധികം ഫലം ചേർത്തെഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി പാതി ഫലം. 96ാമത്തെ ചോദ്യം ശ്ലാഘ്യം എന്ന പദത്തിന്റെ വിപരീത പദം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഗർഹം. ശ്ലാഘ്യം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ഗർഹം. 97ാമത്തെ ചോദ്യം 8000 പിരിച്ചെഴുതുന്നത് എങ്ങനെ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി n+1000. 8000 എന്ന വാക്ക് പിരിച്ചെഴുതുന്നത് n+1000. 98ാമത്തെ ചോദ്യം
ശരിയായ പദമേത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി വിമ്മിട്ടം. 99ാമത്തെ ചോദ്യം, ചാക്യാർ സ്ത്രീ അറിയപ്പെടുന്നത് ഏത് പേരിൽ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഇല്ലോടമ്മ. 100ാമത്തെ ചോദ്യം, അവിവേകം കാട്ടരുത് എന്ന അർത്ഥത്തിൽ വരുന്ന പഴഞ്ചൊല്ലേത്? അവിവേകം കാട്ടരുത് എന്ന അർത്ഥത്തിൽ വരുന്ന പഴഞ്ചൊല്ലേത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത്. അപ്പം നമ്മളിന്ന് 149/2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.